ഒരാൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ആർക്കായിരിക്കും? ഏതെങ്കിലും ഒരാളുടെ പേര് എടുത്തു പരാമർശിക്കുന്നത് അല്പം പ്രയാസമാണ്. കാരണം ഏതൊരാൾക്കും അനേക ആളുകൾ ഉണ്ടാവും പ്രാധാന്യം അർഹിക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുത്തുവാൻ. അതിന് ഓരോരുത്തർക്കും പ്രത്യേകമായ കാരണങ്ങളും ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒന്നും ആർക്കും ഒരാളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആരായിരിക്കും ഏറ്റവും പ്രാധാന്യം ഉള്ള ആൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയുന്നത് അവരുടെ രക്തബന്ധങ്ങൾ പോലെ തന്നെ, മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ പോലെ തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നത് അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുടെ പേരായിരിക്കും. കാരണം പലപ്പോഴും മറ്റൊരാളുടെ പ്രാർത്ഥനയാണ് നമുക്ക് ആശ്വാസമാകുന്നതും തണലാകുന്നതും വിടുതലാകുന്നതും. നമ്മൾ ചിലതൊക്കെ അറിയുന്നു പോലുമില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കട്ടെ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം തിരിച്ചറിയാത്ത ക്രിസ്ത്യാനി വാസ്തവത്തിൽ ക്രിസ്ത്യാനിയല്ല. പ്രത്യേകിച്ചും മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് അവഗണിക്കാൻ കഴിയാത്ത കാര്യമാണ്. പല രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രസംഗികളുടെ പ്രഭുവായ C.H. സ്പർജൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയ മണിയുടെ ചരട് ഭൂമിയിൽ നിന്നുകൊണ്ട് പിടിച്ച് വലിക്കുകയാണത്രേ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ചെവിയിൽ ആ മണിനാദം മുഴങ്ങുന്നു. വാടിത്തളർന്ന മട്ടിൽ നിർജീവമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ മണിക്ക് ഒരനക്കം പോലും തട്ടുന്നില്ല. മറ്റു ചിലർ ആ ചരട് ചിലപ്പോഴൊക്കെ ഒന്ന് പിടിച്ചു വെട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ചിലരാകട്ടെ മുഴുധൈര്യത്തോടെ ആ ചരട് പിടിച്ച് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വലിച്ച് അടിച്ചുകൊണ്ടേയിരിക്കും. അതായത് നിരന്തരമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മറുപടി ലഭിക്കും വരെ. എപ്പഫ്രാസ് മറ്റുള്ളവർക്ക് വേണ്ടി അതിശക്തമായി മധ്യസ്ഥ പ്രാർത്ഥന കഴിച്ചു പോകുന്ന ഒരാളാണ്. ഇവിടെ അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രാർത്ഥിക്കുന്നു എന്നല്ല, പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നാണ്. ആ കാലങ്ങളിൽ പോരാടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. അതായത് ഏതെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ സമ്മാനം നേടുവാൻ വേണ്ടി എത്ര തീവ്രമായിട്ടാണ് ആ മത്സരത്തിന്റെ ഭാഗമായി തീരുന്നത് എന്നതുപോലെയാണ് പ്രാർത്ഥനയിലും പോരാടുക എന്ന് പറഞ്ഞാൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്നൊക്കെ ദ്വന്ദ്വ മത്സരങ്ങളായിരുന്നല്ലോ, ദ്വന്ദ്വ ഗുസ്തികൾ. രണ്ടുപേർ മുഖാമുഖം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗത്തിലൂടെ ഒരാളെ കീഴടക്കുക എന്ന് പറയില്ലേ? അങ്ങനെ എതിരിടാൻ വരുന്ന ആളിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുക എന്നതും ഈ പോരാട്ടം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതേ പ്രിയരെ, ശത്രുവായ സാത്താൻ പ്രാർത്ഥിക്കുന്നവന്റെ നേരെ പോരാടുവാൻ കടന്നു വരുമ്പോൾ അവനെ കീഴ്പ്പെടുത്തും വരെ പ്രാർത്ഥനയിൽ തളരാതെ ശക്തമായി മുന്നേറുന്ന അനുഭവമാണ് പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ സിംഹാസനത്തിനു മുമ്പാകെ തങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനോട് കൊലോസ്യ വിശ്വാസികൾക്ക് എത്ര കടപ്പാടുണ്ടായിരിക്കണം എന്നുകൂടി പൗലോസ് ഇതിൽ അർത്ഥമാക്കുന്നുണ്ട്. കാരണം പലരും അലസതയോടെ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഉഴപ്പി കാര്യങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്പം ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയുള്ളവരോട് കടപ്പാടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരോടാണ് കടപ്പാടുണ്ടാകേണ്ടത്? ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടായാൽ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ 100 പേർ ഓടിയെത്തിയെന്നിരിക്കും. ഇവരിൽ ചിലരെങ്കിലും പിന്നത്തേതിൽ വിളിച്ചു പറയാൻ കാരണമാകും: ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടില്ലായിരുന്നു, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അവൾ ഈ നിലയിലെത്തുകയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ അവർ മുഖാന്തരമാക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ ഈ 100 പേർ സാമ്പത്തിക സഹായം ചെയ്ത് നമ്മോട് കൂടെ നിൽക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥണിക്കുന്ന ഒരാളെയാണ്. ഇന്ന് സഭയിൽ PhD-കാർ ധാരാളമുണ്ട്, ഡോക്ടറേറ്റ് എടുത്തവർ ധാരാളമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇവരൊന്നും വേണ്ടെന്നല്ല, ഇവരെല്ലാം സഭയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായി മധ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന പ്രാർത്ഥനാ വീരന്മാരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. പലപ്പോഴും സഭകൾ വളരാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ അംഗത്വമുള്ളവർ കൂടുതലുണ്ടെങ്കിലും ആരാധിക്കുന്നവർ എണ്ണത്തിലധികം ഉണ്ടെങ്കിലും മധ്യസ്ഥയണച്ച് പോരാടുവാൻ ആളുകളുടെ എണ്ണം കുറവാണ് എന്നതാ കാരണം.
അപ്പസ്തോലൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നോ മാത്രമല്ല, നമ്മൾ അവർക്ക് വേണ്ടിയും പോരാടണം. റോമാലേഖനത്തിൽ അങ്ങനെയാണ് അപ്പസ്തോലനായ പൗലോസ് ആവശ്യപ്പെടുന്നത്. റോമാലേഖനം 15-ാം അധ്യായം 31-ാം വാക്യം: ഇങ്ങനെ ഞാൻ ദൈവേഷ്ടമായാൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതേ പ്രിയരെ, പ്രാർത്ഥന അന്യോന്യമുള്ളതാണ്, അന്യോന്യം ആവശ്യമുള്ളതാണ്. ഒരു സുവിശേഷ പ്രവർത്തകനെ സംബന്ധിച്ച് FB മേയർ എന്ന് പറയുന്നയാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ചു വരികയായിരുന്നു. എന്നെക്കുറിച്ചും തനിക്ക് ദൈവം നൽകിയിട്ടുള്ള താലന്തുകളെക്കുറിച്ചും താൻ പ്രശംസിക്കാൻ തുടങ്ങി എന്ന് ദൈവത്തിന് മനസ്സിലായി. എന്നാൽ തൻ്റെ പ്രസംഗ പാടവത്തിൻ്റെയും മറ്റ് പ്രശസ്തിയുടെയും ഒക്കെ പിന്നിൽ എന്താണ് രഹസ്യമെന്ന് ദൈവം തനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം തൻ്റെ പ്രസംഗ പീഠത്തിനടുത്ത് പതിവായി വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു സാധു വിധവ നിരന്തരമായി അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് ഒരു ദൈവദൂതൻ തന്നോട് പറയുന്നതായി താൻ സ്വപ്നത്തിൽ കാണുകയാണ്. അതേ, പ്രാർത്ഥനയിൽ നമുക്ക് അന്യോന്യം പോരാടാം, സഹായിക്കാം, സഹകരിക്കാം. ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥനയിൽ പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.